ദേ ഈ മതിലും ചാടി എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്നല്ലേ? വേറെ എങ്ങോട്ടും അല്ല കേട്ടോ, നമ്മുടെ ഇവിടുത്തെ അറബിയുടെ പച്ചക്കറി തോട്ടം കാണാൻ വേണ്ടി പോവുകയാണേ. ഒമാൻ ബോർഡറിലാണ് കേട്ടോ ഈ ഫാം ഉള്ളത്. കൂറ്റൻ പാറക്കല്ലുകൾ പോലുള്ള മലനിരകളുടെ ചുവട്ടിൽ പച്ചപ്പിൽ പൊതിഞ്ഞ് മനോഹരമായിട്ടാണ് കേട്ടോ ഈ തോട്ടം ഉള്ളത്. ഒരുപാട് പച്ചക്കറികൾ ഉണ്ടായിട്ടുണ്ട്, നല്ല പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അവര്. ഈ കർമൂസ മരം കണ്ടോ, ഞങ്ങൾ ഇതിന് കർമൂസ എന്നാണ് പറയുന്നത്. ഈ പപ്പായ നല്ല പോലെ കായ്ച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ. എത്രത്തോളം കായ്കളാണ് നോക്കൂ നിങ്ങൾ. നമ്മുടെ നാട്ടിൽ പോലും ഇത്രക്ക് കായ്ച്ചു നിൽക്കുന്ന ഒരു പപ്പായ ചെടി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇതുമാത്രമല്ല, ഒരുപാട് ഐറ്റംസ് ഇനിയും ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ചെറുനാരങ്ങയുടെ മരമാണ്, ഇതും പൂത്തിട്ടുണ്ട്. മാത്രമല്ല അതെ നല്ല മാവുണ്ട്, മാങ്ങാമരമൊക്കെ നിറയെ പൂത്തിട്ടുണ്ട്. ഇതിൽ നല്ല കായ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. ഇതുപോലെ വലിയൊരു മാവും തോട്ടം തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ. ഈ പൂ വിരിഞ്ഞു നിൽക്കുന്ന അത്രയും മാങ്ങ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. മാമ്പൂ കണ്ടും മക്കളെ കണ്ടും കൊതിക്കരുത് എന്നല്ലേ. പാടം പോലെ ഉണ്ടല്ലേ? ഇത് പാടമൊന്നും അല്ല കേട്ടോ, നമ്മുടെ സവാളയാണ് കേട്ടോ. ഓണിയൻ റിങ്സ് ആണത്. ഇതേ നമ്മുടെ വായ കുറച്ച് ക്ഷീണിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ പിന്നിലൊക്കെ നിറയെ വായകളാണ് കേട്ടോ. വായത്തോട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സൈഡിൽ വായത്തോട്ടം, ഒരു സൈഡിൽ മാവിൻ തോട്ടം, അങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഈ ഫാം. ഇത് ചെറുനാരങ്ങയാണ്, നിറയെ പൂത്തിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിലും കായ വരാൻ തുടങ്ങുന്നേ ഉള്ളൂ. പിന്നെ ക്യാബേജ്, കോളിഫ്ലവർ, അങ്ങനെ എല്ലാം തന്നെ. ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, ഈ തോട്ടത്തിലെ തോട്ടക്കാരൻ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ തന്നേനേന്ന്. ഈ തോട്ടങ്ങൾക്ക് നടുവിൽ ചെറിയൊരു വീടും കൂടായി ഇവിടെ താമസിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുവാണ്. ഭൂമിയിലെ സ്വർഗം എന്നൊക്കെ പറഞ്ഞാൽ ഇതല്ലേ? പലർക്കും പല കാഴ്ചപ്പാടായിരിക്കും കേട്ടോ സ്വർഗത്തെക്കുറിച്ച്. പക്ഷെ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് റാഡിഷാണ്. ഇത് മണ്ണിന്റെ അടിയിലാണ്. ഈ പാടം നിറയെ റാഡിഷുകളാണ് കേട്ടോ. വീണ്ടും എന്തൊക്കെയോ വിത്തുകൾ അവരിവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്, മുളച്ചു വരാത്തോണ്ട് തന്നെ എന്താണെന്നറിയില്ല. വീണ്ടും നമ്മുടെ പാടമല്ല, സവാളത്തോട്ടം. ഇത് നിറയെ ഓണിയൻ റിങ്സ് ആണ് കേട്ടോ. പിന്നെ നമ്മുടെ കുമ്പളം വലുതായിട്ട് കായ്ച്ചു നിൽക്കുന്നുണ്ട്, വലിയ സൈസാണ് കേട്ടോ. ഇവരാരും ഇത് ഉപയോഗിക്കലില്ലാന്ന് തോന്നുന്നു. നിറയെ ഉണങ്ങി ഒരു സൈഡിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിൾ ആണ് ഈ കുമ്പളം. ഒരു കാലത്ത് നമ്മൾ പോകാൻ മടിച്ച സ്ഥലങ്ങളൊക്കെ ഇന്ന് പോകാൻ കൊതിക്കുന്ന ഓർമ്മകളായി മാറിയല്ലേ. തറവാട്ടിന്റെ മുന്നിൽ നിന്ന് പാടത്തേക്ക് നോക്കി നിൽക്കുന്നതും, കുളത്തിൽ പോകുന്നതും, മീൻ പിടിക്കുന്നതും, തോട്ടിൽ പോയി കുളിക്കുന്നതും എന്ത് രസമായിരുന്നെന്നോ. ഇതൊക്കെ ചോളമാണ്, ചോളം കൃഷിയാണ്. പിന്നെ നല്ല പൊതീന മിൻറ്റ് ലീഫ് ഉണ്ടല്ലോ, അത് താഴെ നന്നായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ആ സൈഡിലൂടെ നടന്നു പോകുമ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് ഇത് പൊതീനയാണെന്ന് മനസ്സിലായത്. നല്ല സ്മെല്ലാണ് കേട്ടോ അതിൻ്റെ ഇലയ്ക്ക്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി മാവിൻ തോട്ടം കാണാൻ വേണ്ടി പോവുകയാണ്. മാങ്ങയൊക്കെ കിട്ടിയാലോ അല്ലേ. അന്നം തന്ന മണ്ണും മണ്ണിൽ പണിയാൻ മനുഷ്യനും ഇല്ലെങ്കിൽ അന്നം തിന്ന കൈകൊണ്ട് മണ്ണ് തിന്ന മനുഷ്യന് എന്നാണല്ലേ ചൊല്ല്. ഇവിടെ കണ്ണെത്താ ദൂരം വരെ ഇതുപോലെ ഫാമുകളാണ് കേട്ടോ. നിറയെ കൃഷികളാണ്. ഓരോ ഭാഗത്തും ഓരോ ഐറ്റംസ് ആണ് അവർ പിടിപ്പിച്ചേക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫുള്ളായിട്ടും പാറക്കല്ലുകളാണ്. വലിയ വലിയ കൂറ്റൻ പാറക്കല്ല് പോലത്തെ മലനിരകളും ഉറവ പൊട്ടി വരുന്ന വെള്ളമാണ് ഇവർ കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ചെറിയ മലകളൊക്കെ നിരത്തി മണ്ണ് കൊണ്ടിട്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. അത്രയ്ക്കും ഇതിനെ സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കൂലേ ഇത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിലും ഇതൊക്കെ ആസ്വദിക്കുന്നവർക്ക് കിട്ടുന്ന അനുഭൂതി പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഈ കയറിപ്പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ മാവിൻ തോട്ടം കാണാൻ വേണ്ടിയിട്ടാണേ. ഇത് കണ്ടപ്പം വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ. ശരിക്കും ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിൽ, ഞങ്ങളുടെ തറവാട്ടിലെത്തിയ പോലെ ആയിരുന്നു. ഞങ്ങളുടെ തറവാട് വീടിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ നിറയെ മാവും കശുവണ്ടിയും നാട്ടുമാങ്ങയും പിന്നെ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടവും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ താഴത്ത് വലിയൊരു പുഴയുണ്ട്. പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലായിട്ട് നിറയെ കൊക്കോമരവും ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കൃഷികളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ എല്ലാ മനസ്സിലോട്ട് HD പിക്ചർ പോലെയാ തെളിഞ്ഞു വരുന്നത്. വല്ലാത്തൊരു നൊസ്റ്റാൾജിക് വൈബ് തന്നെയായിരുന്നു. ഈ സൈഡിൽ നിറയെ ഇതുപോലത്തെ പനയും മാവിൻ തോട്ടവും ആണ് കേട്ടോ ഉള്ളത്. കുറേ തെരഞ്ഞു നോക്കി ഒരു മാങ്ങയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ട്. മാവൊക്കെ പൂത്തു തുടങ്ങിയതേ ഉള്ളൂ, നിറയെ പൂത്ത് കിടക്കുകയാണ്, കായ വന്ന് തുടങ്ങിയിട്ടില്ല. ഓറുപൊട്ടി ഒഴുകുന്ന വെള്ളം അവരിതുപോലെ കുഞ്ഞു കനാലുകളാക്കി വിട്ടുകൊടുത്തിട്ടുണ്ട്. എല്ലാ തോട്ടവും നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഏറ്റവും ടോപ്പിൽ കയറിയാൽ ഇതുപോലെ നമ്മുടെ തോട്ടം ഫുള്ളായിട്ടും കാണാം കേട്ടോ.
അപ്പോൾ ശരി, കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങളിതേ ഒരുപാട് ഓർമ്മകളുമായിട്ട് തിരിച്ചു പോവാണ് കേട്ടോ.